ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലത്തെ ചെറിയൊരു വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. അപ്പോൾ ഇപ്പോൾ ഞാനിന്നിപ്പോൾ രാവിലെ തന്നെ ഇപ്പോൾ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ പാത്തൂസ് ഇവിടെ ഇരുന്നിട്ട് ബിസ്ക്കറ്റിൻ്റെ ഉള്ളിലത്തെ ക്രീം മാത്രം നക്കി തിന്നുന്നുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കഴിഞ്ഞു. അതിൻ്റെ ശേഷം ഞാനിപ്പോൾ പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചായ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാൽ ഞാനത് അവിടെ വെച്ചു. പുട്ടിൻ്റെ കൂടെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അമൃതം പൊടിയുടെ പുട്ടാകുമ്പോൾ അവർക്ക് ചായ കൂട്ടി കഴിക്കും. വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ലല്ലോ, മധുരമാണല്ലോ. അപ്പോൾ ഇന്ന് അത് മതി എന്ന് പറഞ്ഞു. രാവിലെ എണീറ്റപ്പോൾ തന്നെ ഒരു 6:30 ആയപ്പോഴാണ് എണീറ്റത് കേട്ടോ. അപ്പോഴും എണീക്കാനുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. സ്കൂളില്ലല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ കിടക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴാണ് തൊട്ടപ്പുറത്ത് 2 വീട് അപ്പുറത്തുള്ള ഒരു ചേച്ചി വന്നിട്ട് വാതിൽ ഇങ്ങനെ മുട്ടി, കുറേ നേരം മുട്ടി. അപ്പോൾ മോന് തുറക്കാനൊരു പേടി, ആരാന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോയി തുറക്കാമെന്ന് പറഞ്ഞു. തുറന്ന് നോക്കുമ്പോൾ ആളവിടെ കവറിൽ പച്ച മാങ്ങയും പിന്നെ മുരിങ്ങക്കായും ഈ അമൃതം പൊടിയും ഉണ്ടായിരുന്നു കേട്ടോ. ആ പാക്കറ്റ് ഇവിടുത്തെ അമൃതം പൊടി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണിത് കിട്ടിയത്. അപ്പോൾ രാവിലെ എന്തുണ്ടാക്കും എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഇത് കിട്ടിയത് കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും പുട്ടുണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അമൃതപ്പൊടിയുടെ പുട്ട് എന്ന് വെച്ചാൽ ഇവിടെ മക്കൾക്ക് ജീവനാണ് കേട്ടോ. വേറെ ഒന്നും വേണ്ട. അതിപ്പോൾ 3 നേരം കൊടുക്കുകയാണെങ്കിൽ 3 നേരം കഴിച്ചോളൂ കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും പുട്ടുണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പുട്ടൊക്കെ ആദ്യത്തെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളം കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പുറത്ത്. അപ്പോൾ ഈ പുട്ടൊക്കെ നായി വരുന്ന നേരം കൊണ്ട് നമുക്കിനി ഇപ്പോൾ ചോറും റെഡിയാക്കി എടുക്കാം. പിന്നെ ഇന്ന് കറി വെക്കാനുള്ളതും കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു മുരിങ്ങക്കായും മാങ്ങയും പരിപ്പും കൂടി ഇട്ട് നാളികേരം അരച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ മുരിങ്ങക്കായ കുറച്ച് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ കൂടി ഞാൻ ഒരുമിച്ച് നന്നാക്കിയിട്ട് അങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ നാളെ നമുക്ക് ആവശ്യത്തിന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്താ വെച്ചാൽ അവർ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. അങ്ങനെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അവർക്ക് ചായ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പാത്തൂസിന് സുഡാപ്പിക്ക് ചായയും പുട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർ ചായ കുടിച്ചിട്ടിരിക്കുകയാണ് അവിടെ. അപ്പോഴേക്കും ഞാൻ മുരിങ്ങക്കായൊക്കെ ഒന്ന് നന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴേക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ എടുക്കുകയാണ്. ബാക്കി ഞാനത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളെ സാമ്പാർ എന്തെങ്കിലും വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ മുരിങ്ങക്കായ ഞാൻ കുറച്ചെടുത്ത് അതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പത്തിനുള്ളത് മാത്രം എടുത്തു കേട്ടോ. പിന്നെ മാങ്ങ ഇതാണ് കേട്ടോ. പക്ഷെ ഞാനിത് നോക്കിയപ്പോൾ ഒരു മാങ്ങ മുറിച്ച് നോക്കിയപ്പോൾ നല്ല ചെനച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അത് കറിയിലിട്ട് കഴിഞ്ഞാൽ ഒരു മധുരിപ്പ് ഉണ്ടാവും. പക്ഷേ പരിപ്പും മുരിങ്ങക്കായൊക്കെ വെക്കുമ്പോൾ ചെറിയൊരു പുളിയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ മോനെ വിട്ട് ഞാൻ ഒരു മാങ്ങ കടയിൽ നിന്ന് മേടിപ്പിച്ചു. എന്നിട്ട് അതേപ്പോൾ പരിപ്പ് ഞാനൊരു 1/2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കറണ്ടൊന്ന് പോയി വന്നു കേട്ടോ. ജസ്റ്റ് പരിപ്പ് ഞാൻ കഴുകിയിട്ടാണ് കേട്ടോ ഒരു 1/2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ മുരിങ്ങക്കായ ഇട്ട് കൊടുത്തു. ഒരു മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട്, നല്ല പുളിപ്പുള്ള മാങ്ങയാണ് കേട്ടോ. ചെറിയ മാങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് നിന്ന് അടുപ്പത്ത് വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒറ്റ വിസില ഞാൻ അടിക്കുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പരിപ്പ് ആദ്യം തന്നെ കുതിർത്തെടുത്തത്. അല്ലെങ്കിൽ പരിപ്പ് വേവില്ല, മുരിങ്ങക്കായൊക്കെ ഉടഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇപ്പോൾ മുരിങ്ങക്കായും പരിപ്പൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ കുറച്ച് നാളികേരം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളികേരത്തിൽ വേറെ ഒന്നും തന്നെ ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. വെറുതെ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നാളികേരം അരച്ചത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ കുറച്ച് ജാറിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വേവിക്കുന്ന സമയത്തായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്താ വെച്ചാൽ പരിപ്പ് നല്ലോണം കുതിർത്തിട്ടാണല്ലോ വേവിച്ചെടുക്കണേ. അപ്പോൾ ഇപ്പോൾ മുരിങ്ങക്കായൊന്നും ഉടഞ്ഞ് വന്നിട്ടൊന്നുമില്ല കേട്ടോ. ഇനി അതൊന്നും അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നതിൻ്റെ ശേഷം ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചട്ടിയിലാണ് ഞാൻ താളിച്ചെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് തന്നെ ബാക്കിയുള്ള കറി ഒഴിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുക്കറിൽ നിന്ന് അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിൻ്റെ ശേഷം ഞാൻ കടുകൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഇതായതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് കറി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഇളക്കി കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം മുരിങ്ങക്കായൊന്നും അങ്ങോട്ട് കലങ്ങി പോയിട്ടൊന്നുമില്ല. എന്നാൽ പരിപ്പ് നല്ലോണം വെന്തിട്ടുമുണ്ട് കേട്ടോ. മാങ്ങ എന്തായാലും കലങ്ങി പോകും കേട്ടോ. നമ്മളൊരു വിസിലടിച്ചെടുക്കുമ്പോൾ മാങ്ങയുടെ കഷ്ണമൊന്നും അങ്ങനെ കിട്ടില്ല. പക്ഷേ മുരിങ്ങക്കായ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കറിയൊക്കെ റെഡിയായി. അതിൻ്റെ ശേഷം ഞാൻ ഇപ്പോൾ കുറച്ച് മീനുണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഐസ് പോവാനായിട്ട്.
പിന്നെ അതൊക്കെ നന്നാക്കി വറക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിൽ സ്റ്റോറേജ് ഫുള്ളായിരുന്നു, അധികം എടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറേ ദിവസമായിട്ടോ തെണ്ടി നടക്കണേ. ഇപ്പോൾ കുപ്പിവള കിട്ടാൻ വേണ്ടി ടൗണ് മുഴുവൻ കറങ്ങിയിട്ട് എനിക്ക് കിട്ടിയില്ല കുപ്പിവള. എന്നിട്ട് ഇപ്പോൾ ഇത് ഇവിടെ തൊട്ടടുത്ത് നിന്നിട്ട് ദൂരെ സ്ഥലത്ത് പോയി അന്വേഷിച്ചു എന്ന് പറയില്ലേ, വളഞ്ഞു മൂക്ക് പിടിക്കാന്നറിയില്ലേ, അതേപോലെ എല്ലായിടത്തും പോയി അന്വേഷിച്ച് ലാസ്റ്റ് കിട്ടിയത് ഇവിടെ തന്നെ അടുത്തുനിന്ന് തന്നെ കിട്ടിയിട്ടോ. പിന്നെ പാത്തൂസിന് വളയും മേടിച്ചു, ഒരു മാലയും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ കുപ്പിവള എന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പം തൊട്ടുള്ളൊരു വീക്ക്നെസ്സാണ് കേട്ടോ. കുപ്പിവളയൊക്കെ മുഴുവനും പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 കയ്യിൽ 2 വള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാനിതിപ്പോൾ ഇട്ടിട്ടുണ്ട്. സോപ്പ് ഇട്ടിട്ടാണ് കയറ്റിയത് കേട്ടോ. നല്ല ടൈറ്റായിട്ട് തന്നെ കിടക്കാൻ വേണ്ടി ഞാൻ ചെറുത് നോക്കിയിട്ടാണ് എടുത്തത്. അപ്പോൾ ഇതുപോലെ കൈ നിറയെ കുപ്പിവള ഇടുന്ന ശീലമുള്ള ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.